വെൽക്കം ടു ആസ്പിറൻസ് പെർസ്പെക്റ്റീവ് ഡെയിലി 10 UPSC PYQ അനാലിസിസ്. ഇന്നലെ നമ്മൾ 2014 GS ക്വസ്റ്റ്യൻ പേപ്പർ, ജനറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ 1 to 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇന്ന് നമ്മൾ 11 to 20 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ ഈസ് ഇന്റർനാഷണൽ റിലേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു എ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് നോൺ ആസ് ബ്രിക്സ്, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. സോ ബ്രിക്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. The first summit of BRICS was held in Rio de Janeiro in 2009. ബ്രിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2010 ബ്രിക്സ് ഫോം ചെയ്യുന്നത്. 2009 അപ്പോൾ ഇറ്റ് വാസ് ബ്രിക്. ബ്രിക് മീൻസ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. വേൾഡിലെ എമേർജിംഗ് എക്കണോമീസ് കൂടി ചേർന്നൊരു ഗ്രൂപ്പാണ് ബ്രിക്. അതിൽ 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രിക് ടേൺ ഇൻ ടു ബ്രിക്സ്. സോ ഇത് തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് ബ്രിക്സ് ഒരിക്കലും 2009 നടക്കാൻ സാധ്യതയില്ല. 2009 നടന്നിട്ടില്ല. 2009 ബ്രിക്കിന്റെ ഒരു സമ്മിറ്റ്, ബ്രിക്കിന്റെ ഫസ്റ്റ് സമ്മിറ്റ് നടന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഇൻ റഷ്യയിലെ എറ്റൻബർഗിലായിരുന്നു, നോട്ട് ഇൻ റിയോ ഡി ജനീറോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് സൗത്ത് ആഫ്രിക്ക വാസ് ദ ലാസ്റ്റ് ടു ജോയിൻ ദ ബ്രിക് ഗ്രൂപ്പിംഗ്. ബ്രിക് ഗ്രൂപ്പിംഗിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 12th ക്വസ്റ്റ്യൻ ഹെൽത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഡിസീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഹാസ് ഓർ ഹാവ് ബീൻ എറാഡിക്കേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആർ ഡിഫ്തീരിയ, ചിക്കൻ പോക്സ് ആൻഡ് സ്മോൾ പോക്സ്. ചിക്കൻ പോക്സ് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ ചിക്കൻ പോക്സ് ഭയങ്കര ഫെമിലിയർ ആണ്. സോ ഇത് ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ 2 വരുന്ന ഓപ്ഷൻസ് റോങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റോങ് ആണ്. ദെൻ ഡിഫ്തീരിയയും അപ്പോൾ എലിമിനേറ്റഡ് ഡിസീസ് അല്ല, ഇറാഡിക്കേറ്റഡ് ഡിസീസ് അല്ല. സ്മോൾ പോക്സ് ആണ് ഇന്ത്യയിൽ ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഇൻ ദ ഗിവൺ ഓപ്ഷൻസ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സ്മോൾ പോക്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഡിസീസ്. ഇറ്റ് വാസ് ഇൻ 1918. അത് കഴിഞ്ഞ് പോളിയോയും ഐ തിങ്ക് ടെറ്റനസും ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഇറാഡിക്കേറ്റഡ് ഡിസീസ് എന്ന് നമുക്ക് നോക്കാം. So the disease eradicated in India. India has eradicated smallpox 1918. Smallpox eradicate ചെയ്തു. 2014 പോളിയോ eradicate ചെയ്യുന്നത്. പ്ലാക്ക് eradicate ചെയ്തു. റിണ്ടൻ പെസ്റ്റ് എന്ന ഒരു ഡിസീസ് eradicate ചെയ്തു. യോസ് ആൻഡ് മെറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ് എന്ന ഡിസീസ് eradicate ചെയ്തു. വെറും ടെറ്റനസ് അല്ല, നിയോനേറ്റൽ ടെറ്റനസ് ആണ് 2015 ഇന്ത്യ eradicate ചെയ്തത്. 13th question. Which of the following phenomena might have influenced the evolution of organism? Continental drift, glacial cycle. Select the correct answer using the code given below. So evolution ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഫിനോമിനാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് മസ്റ്റ് ഹാവ് മൂവ്ഡ് സം ആനിമൽസ് ഫ്രം വൺ കോണ്ടിനെന്റ് ടു അനദർ കോണ്ടിനെന്റ് ഓർ എ ഫ്യൂ ഗെറ്റിംഗ് സ്റ്റെപ്പ് ഇൻ സം പ്ലേസസ്. സോ അത് ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ എന്താണെങ്കിലും ചാൻസ് ഉണ്ട്. അടുത്തത് ഗ്ലേഷ്യൽ സൈക്കിൾ ആണ്. ഗ്ലേഷ്യൽ സൈക്കിളും ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊന്നും ഈ ഗ്ലേഷ്യൽ സൈക്കിളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്ട്രീം കോൾഡ് സിറ്റുവേഷൻസ് ചില അനിമൽസിനൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. സോ ചില അനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആവും, ചില അനിമൽസ് അവിടുന്ന് അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. സോ അത് രണ്ടും തന്നെ ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബോത്ത് 1 and 2. 14th question എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതർ ദാൻ പോച്ചിങ്, which are the possible reason for the decline in population of Ganges river dolphin? Ganges river dolphin population കുറയാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ദ റീസൺസ് ആർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഗാൻജസ് റിവർ ഡോൾഫിൻസ് അതിന്റെ നമ്പേഴ്സ് ഡിക്ലൈൻ ആവാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പോച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ ഫിഷൊക്കെ പോച്ച് ചെയ്യുമ്പോൾ ഫിഷിനെയൊക്കെ ക്യാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് അറിയാതെ ഇത് പെട്ടു പോകുന്നതുകൊണ്ട് ഇവർ അതിനെ ക്യാച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ പൊല്യൂഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ നമ്പർ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ കാരണം കൊണ്ടും ഒക്കെ ഇതിന്റെ നമ്പേഴ്സ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് ബാരേജ് ഓൺ ദ റിവർ. ഇതൊരു റീസൺ ആണ് ഗാൻജസ് റിവർ ഡോൾഫിന്റെ ഡിക്ലൈനേഷന്റെ. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ക്രൊക്കഡൈൽസ് ഇൻ ദ റിവർ. ക്രൊക്കഡൈൽസ് ഇൻ ദ റിവറും ഗാൻജസ് റിവർ ഡോൾഫിനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, അതിന്റെ ഡിക്ലൈനിന്റെ കാരണമല്ല. സോ ഓപ്ഷൻ 2 തെറ്റാണ്. അത് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ നമുക്ക്
3 വായിച്ചു നോക്കാം. ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ദ ഫിഷ് നെറ്റ് ആക്സിഡന്റലി അതൊരു റീസൺ ആണ്. യൂസ് ഓഫ് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ അഗ്രികൾച്ചർ കെമിക്കൽസ് ഇൻ ദ ക്രോപ്പ് ഫീൽഡ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ റിവർ, അതും ഒരു റീസൺ ആണ് ഗാഞ്ചസ് റിവർ ടോപ്പിന്റെ ഡിക്ലിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. റാഡിക്ലിഫ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ടു. റാഡിക്ലിഫ് ലൈൻ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ പാക് ബോർഡർ ആണ് റാഡിക്ലിഫ് ലൈൻ. സോ റാഡിക്ലിഫ് കമ്മിറ്റി എന്തിനാണെന്നുള്ളത് എളുപ്പമാണ്. ഡീലിംഗ് വിത്ത് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. സോ ദ ഓപ്ഷൻ ഈസ് സി. 16th ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പൊല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ് ആർ യൂസ്ഡ് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ലൈക്ക് മാട്രസസ് ആൻഡ് അപ്ഹോൾസ്റ്ററി. വൈ ഈസ് ദർ സം കൺസേൺ അബൌട്ട് their യൂസ്? ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസിന്റെ ഡിമെറിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. സോ ഫസ്റ്റ് വൺ ഈസ് they are highly resistant to degradation in the environment. അതൊരു കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് ഡീഗ്രഡേഷൻ ഭയങ്കര പാടാണ്. ആൻഡ് ദേ ആർ എബിൾ ടു അക്യുമുലേറ്റ് ഇൻ ദ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ആദ്യം ഇത് അത്രത്തോളം ഒരു സംഭവങ്ങൾ കോസ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അറിവ്. അതിന്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടീസ് കാരണം അത്രത്തോളം അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസ് ഇതിന് കുറവാണ്, അഡ്ഹസീവ് ആണ്. സോ ഇത് കോസ് ചെയ്യില്ല എന്നായിരുന്നു. പിന്നീട് പഠനങ്ങൾ പറഞ്ഞതാണ് ഇത് ഗ്രാജുവലി നമ്മുടെ ഹെൽത്തിൽ എഫക്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന്. സോ ബോത്ത് ആർ കറക്റ്റ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ സി ആണ് ഉത്തരം. 17th ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്. ദ ഫിനോമിന ഓഫ് ഹിബർനേഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ആനിമൽസ്? വിച്ച് ഓഫ് ദ എബോ കൈൻഡ് ഓഫ് ആനിമൽസ്? 1 ബാറ്റ്, ബിയർ, റോഡന്റ്. ഈ 3 കൈൻഡ് ഓഫ് ആനിമൽസും ഹെബർനേഷൻ കോസ് ചെയ്യുന്ന ആളുകളാണ്. ഹിബർനേഷൻ ഇവർ 3 പേരിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ 1, 2, 3 ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നമുക്കിനി ഹിബർനേഷനും എസ്റ്റിവേഷനും എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ്. ആനിമൽസിന്റെ ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് ഹിബർനേഷനും എസ്റ്റിവേഷനും. ഹിബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വിന്റർ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഹിബർനേഷൻ ഈസ് വിന്റർ സ്ലീപ്പ്. വിന്റർ സ്ലീപ്പ് ആണ് ഹിബർനേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സമ്മർ സ്ലീപ്പ്. ഇത് എനിക്ക് എപ്പോഴും മാറി പോകാറുണ്ട്. ഞാൻ ഓർത്ത് വെക്കുന്നത് എസ്റ്റിവേഷൻ ഈസ് സമ്മർ സ്ലീപ്പ്, ഹിബർനേഷൻ ഈസ് വിന്റർ സ്ലീപ്പ് എന്നാണ്. സോ ഹിബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ററിലെ ഹാർഷ് കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അനിമലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് ഹിബർനേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിലെ ഡ്രൈ ആൻഡ് ഹോട്ട് കണ്ടീഷനിൽ നിന്ന് ആനിമൽസിനെ രക്ഷപ്പെടാൻ വേണ്ടി ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് എസ്റ്റിവേഷൻ. സോ അവരുടെ എനർജീസ് ഒക്കെ കൺസേർവ് ചെയ്യാനും ഫുഡിന്റെ കാസിറ്റി ഒക്കെ കുറക്കാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ ഹെബർനേഷൻ ചെയ്യുന്നത്. എസ്റ്റിവേഷൻ അതുപോലെ തന്നെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ റെഡ്യൂസ് വാട്ടർ ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അവോയ്ഡ് ഡിസിക്കേഷൻ ഡ്യൂറിംഗ് ദ ഹോട്ട് ആൻഡ് ഡ്രൈ പീരീഡ്. ഇത് ഹിബർനേഷൻ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് പിയർ, സ്ക്വറൽസ്, ബാറ്റ്, ഹെഡ്ജ് ഹോഗ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത് സെയിൽ, ഡെസേർട്ട് ടോർട്ടോയിസ്, ആഫ്രിക്കൻ ലങ് ഫിഷ്, ഫ്രോഗ്സ് ഒക്കെ എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ്. സോ ടെമ്പറേറ്റ് പോളാർ റീജിയനിലുള്ള ആനിമൽസ് ആണ് ഹിബർനേഷൻ കാണിക്കുന്നത്. എസ്റ്റിവേഷൻ കാണിക്കുന്നത് ഡെസേർട്ട് ആരിഡ് റീജിയനിലുള്ള ആനിമൽസ് ആണ് എസ്റ്റിവേഷൻ കാണിക്കുന്നത്. 18th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ്? പാർലമെന്റ് കമ്മിറ്റി പോളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് ആണ് ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്. ഏതൊക്കെയാണ് പാർലമെന്റ് കമ്മിറ്റീസ്, അതിന്റെ നമ്പേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. So parliament committees. The estimate committee is the largest committee of the parliament. It has 30 members and all these members are from Lok Sabha. This committee tries to report economy and efficiency of the expenditure. A minister cannot be elected as a member or chairman of the estimate committee. Public account committeeയിലും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിലും 22 മെമ്പേഴ്സ് ആണ് ഉള്ളത്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ് ആയത്. And about committees on petition, both Lok Sabha and Rajya Sabha have their committee on petition. While Lok Sabha has 15 members, Rajya Sabha has 10 members on committee on petition. So 19th question. Which of the following adds or add carbon dioxide to the carbon cycle on the planet Earth? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ചോദിക്കുന്നത്.
സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ തന്നെ എയും ഡിയും പോകാൻ പറ്റും. ദെൻ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. 2 റൈറ്റ് ആണ്. വോൾക്കാനിക് ആക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്യാസസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അപ്പൊ തന്നെ ആൻസറിലേക്ക് എത്തും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡീകെ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഭാഗമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്സ് എർത്തിലേക്ക് ആഡ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ സി 1, 2 ആൻഡ് 4 ഓൺലി ആണ് ആൻസർ ആയിട്ടുള്ളത്. 20th question. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഫ്രം എൻവയോൺമെന്റ്. If you walk through countryside, you are likely to see some birds stalking along the side of cattle to seize the insects disturbed by their movement through the grasses. Which of the following is or are such bird or birds? ഏതാണ് അത്തരത്തിലുള്ള ബേർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ബേർഡ്സ് ആർ ഇൻസെക്ടിവോഴ്സ് ആയിരിക്കണം ആ ബേർഡ്സ് എന്താണെങ്കിലും. സോ പെയിന്റഡ് സ്റ്റോർക്ക് ഒരു ഫിഷ് ഈറ്റിംഗ് ബേർഡ് ആണ്. അത് ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ബേർഡ് അല്ല. സോ ഓപ്ഷൻ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കോമൺ മൈന ഒരു ഒക്കേഷണലി ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക് ഫീഡർ ഓൺ ഇൻസെക്ട്സ് ആണ്. സോ കോമൺ മൈന ഒരു ശരിയായ ഓപ്ഷൻ ആണ്. ദെൻ ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ പൊതുവെ കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ റീജിയണിലാണ്. സോ ദേ ആർ ഫൗണ്ട് ഇൻ അരുണാചൽ പ്രദേശ്, ലഡാക്ക് റീജിയണിലൊക്കെയാണ് ഇവർ കാണപ്പെടുന്നത്. സോ അത് കൺട്രി സൈഡിൽ നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ ഓപ്ഷൻ 3യും നമുക്ക് കളയാം. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കോമൺ മൈന മാത്രമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.